കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച വിഷയങ്ങൾ എത്രത്തോളം പുറത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും നിലവിൽ ഇപ്പോൾ ഈ സംസാരിക്കാൻ വന്നിട്ടുള്ള കാര്യം ഒന്ന് രണ്ട് ക്ലാരിറ്റി ആ വിഷയത്തിൽ കൊടുക്കണം. അതായത് എൻ്റെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികൾ ഉൾപ്പെടെ ചില ആൾക്കാർക്കിടയിൽ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വന്നേക്കുന്നു. എല്ലാ സ്ത്രീകളെയും ഞാൻ ആക്ഷേപിച്ചു എന്ന ഒരു പുതിയ ഒരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ ചില ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഇപ്പോൾ സിബിനെ പുറത്താക്കിയ സമയത്ത് സിബിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചാനലിലെ ചില കക്ഷികൾ, പ്രത്യേകിച്ച് 2 പേർ, ഈ 2 പേരുടെ ഭാഗത്ത് നിന്ന് സിബിനെതിരെ തന്നെ ഓൾറെഡി വ്യാജ പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനി എനിക്കെതിരെയും അത്തരം വ്യാജ പ്രചരണങ്ങൾ ആരംഭിച്ചേക്കാം, അല്ലെങ്കിൽ തിരിച്ചു സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത്തരത്തിലൊരു വിഷയമാണ് ഞാൻ ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. പല മത്സരാർത്ഥികളെയും, എല്ലാ മത്സരാർത്ഥികളെയും എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതായത് ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് എൻഡമോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും കൂടെ ചേർന്നാണ്. ഏകദേശം ഒരു 6-7 പേരടങ്ങുന്ന ഒരു പാനലാണ്. ഇതിൽ ഏറെക്കുറെ സെലക്റ്റായി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ആ പേര് ഇവന്മാരുടെ ഭാഗത്ത്, കാരണം ഇവർ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് 100% ഉറപ്പാണ്. കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് 100% ഉറപ്പാണ്. ചിലപ്പോൾ ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം, ധൈര്യമൊന്നും കാണിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവർക്ക് ഉറപ്പാണ്, അവന്മാർ കാണിച്ചിട്ടുള്ള എല്ലാ നെറുകേടുകളും അവന്മാർക്ക് ഉറപ്പായിട്ടുള്ളിടത്തോളം കാലം അവന്മാർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ആയിട്ടുണ്ട്, അതായത് സെലക്ഷൻ പാനലിൽ ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയത്ത് ഒരു ചൂണ്ടയുമായിട്ട് ഇവർ ഇറങ്ങും. പക്ഷേ ഈ മത്സരാർത്ഥികൾക്ക് അറിയില്ലല്ലോ തങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പല മത്സരാർത്ഥികൾക്കും അറിയത്തില്ല. പക്ഷെ അവരെ 100% അവർ ഓൾറെഡി സെലക്ട് ആയിരിക്കും. പക്ഷേ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്, ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് ഈ സീസണിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട്. പല ആൾക്കാരെയും അതിനകത്ത് അതേസമയം തന്നെ നോർമലി വന്നിട്ടുള്ള ധാരാളം പേരുമുണ്ട്. കാരണം ഈ സെലക്ട് ചെയ്യുന്ന ഈ 2 പേര് വിചാരിച്ചാൽ ഒരിക്കലും മത്സരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഇതൊരു കക്ഷി എന്നെ ഒരു കാരണവശാലും എടുക്കണ്ട എന്ന് പുള്ളി പറഞ്ഞു. അതായത് ഈ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ സീസണിൽ ഉണ്ടാകണമെന്നുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും ഏഷ്യാനെറ്റിന് അയാൾക്ക് മുകളിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് കഴിഞ്ഞ സീസണിലേക്ക് ഞാൻ വരുന്നത്. പിന്നെ ഇദ്ദേഹം വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാം, പുള്ളിക്ക് താല്പര്യമുള്ള മറ്റൊരു മത്സരാർത്ഥി ഉണ്ടല്ലോ, ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വില്ലനായ അഖിൽമാരെ അകത്തേക്ക് കയറ്റിവിടുന്നു, മറ്റൊരു ഹീറോയിനോ ആയി മാറുന്നു. പക്ഷേ ഇവർ ചിന്തിച്ചില്ല നമ്മളുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചോ നമ്മളെ കുറിച്ചോ ഇവർക്ക് അറിയത്തില്ല. ഇവർ വിചാരിച്ചു സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്ന് ചർച്ച ചെയ്യുന്ന അഖിലിന് മാക്സിമം പോയി കഴിഞ്ഞാൽ വല്ല മെയിൽ ഷോവിനിസോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് പുരോഗമനവാദികളുടെ തെറിയൊക്കെ കേട്ടുകൊണ്ടൊക്കെ പോകുന്ന ഒരാളാണെന്ന് വിചാരിച്ചാൽ ആ ധാരണയാണ് അവർക്ക് തെറ്റിയത്. എന്നാലും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു. ആദ്യ ആഴ്ച മുതൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം. ഞാനുമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, അതും എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നു, ഈ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ സംസാരിച്ചതല്ല. അവരുടെ തന്നെ വായിൽ നിന്നും, അവരിൽ ചില ആൾക്കാരുടെ വായിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞതും ചില വോയിസുകൾ എന്നെ കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടും സീസണിൽ സെലക്ട് ആകാതെ പോയിട്ടുള്ള ചില മത്സരാർത്ഥികളുടെ, അതായത് സീസണിൽ സെലക്ട് ആകാതെ പോയി, പക്ഷേ ഞങ്ങളുടെ ഒപ്പം വന്നാൽ ഞങ്ങൾ നിന്നെ സെലക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ചാനൽ അവസരങ്ങൾ മേടിച്ച് തരാം, അല്ലെങ്കിൽ ചാനലിൽ പിന്നീട് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പലരെയും ഒക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്, വ്യക്തമാണ്.